ഹായ് കുഞ്ഞീസ്. ഞാനേ പഠിക്കാൻ പോയപ്പോൾ അവിടെ ഈ വയണയിലയെന്നും പറഞ്ഞ് ഞാൻ പറിച്ചുകൊണ്ട് വന്നതാണ്. മണപ്പിച്ചൊക്കെ നോക്കിയപ്പോൾ വയണയിലയുടെ മണമായിരുന്നു. പക്ഷേ അമ്മയാണ് പറഞ്ഞത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇത് വയണയിലല്ല, ഇത് കറുകയിലയാണ്. പക്ഷെ വയണയില പോലെ തന്നെയാണ് നമ്മുടെ മസാലയിലേക്ക് കിടക്കുന്ന ബേ ലീഫില്ലേ, അതാണ് കേട്ടാ. പക്ഷേ ഇത് വെച്ച് ഇതുണ്ടാക്കും, നമ്മൾ വയണയപ്പം ഉണ്ടാക്കും. ആ മണമൊക്കെ അല്ലേ, അതുകൊണ്ട് ഉണ്ടാക്കുന്നത് മരുന്നാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കറുകയില. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് പറയണം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും പോലെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ശർക്കരയും തേങ്ങയും ഏലക്കയൊക്കെ ചതച്ച് വെച്ച് അരിപ്പൊടി എടുത്ത് വെച്ച് അരിപ്പൊടി പാത്രത്തിലോട്ട് തട്ടി ഒരു നുള്ളുപ്പിട്ട് നമ്മുടെ ചതച്ച് വെച്ചിരുന്ന ഏലക്കയും തേങ്ങയും ശർക്കരയും കൂടെ ഇട്ട് നന്നായിട്ട് ഞവടിയെടുത്ത്. ഞാൻ പഴം ചേർത്തില്ല കേട്ടോ. പഴം ഇവിടെ ഇല്ലായിരുന്നു. പഴം ചേർത്താൽ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, പക്ഷേ പെട്ടെന്ന് ചീത്തായി പോകും. പക്ഷേ ഞാൻ കുറച്ച് ചൂട് വെള്ളമാണ് ഒഴിച്ച് കുഴച്ചെടുത്തത്. അപ്പോൾ അമ്മ എന്ത് ചെയ്ത് നമ്മുടെ കറുകയില കുമ്പിൾ കൊട്ടി തന്നു. അമ്മയാണ് കേട്ടോ ചെയ്ത് തന്നെ, നിങ്ങൾ ആദ്യം കണ്ടില്ലെങ്കിൽ അമ്മയാണ് ഇങ്ങനെ ചെയ്ത് തന്നെ. പിന്നെ അതിലോട്ട് ഞാൻ കുഴച്ച് വെച്ചേക്കുന്ന മാവ് ഇതുപോലെ ഇതിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുത്തേ. അത് വെച്ച് നൈസായിട്ട് വെച്ച് കൊടുക്കണം. എന്നാലേ അതായത് കനം കുറച്ച് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇതുപോലെ എന്നിട്ട് നമ്മൾ ഇഡ്ഡലിക്കുട്ടത്തിൽ വെള്ളം വെച്ച് അതിനകത്തോട്ട് ഇത് പറക്കി വെച്ച് ആ വെയിറ്റ് വേവിച്ചെടുത്തു. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറുകയിലയാണെങ്കിലും അത് നമ്മുടെ വയണയിൽ ഉണ്ടാക്കുന്ന പലഹാരം പോലെ തന്നെയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ കാണാം.